സർ, എന്തുകൊണ്ടാണ് ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ മണിപ്പൂരിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ വലിച്ചിഴയ്ക്കുകയും ബലാത്സംഗം ചെയ്ത് നഗ്നരാക്കി ഓടിച്ചുവിടുകയും ചെയ്ത വർഗീയവാദികൾക്കെതിരെ നിങ്ങൾ ശബ്ദമുയർത്തിയില്ല? അതോ താങ്കൾക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ 10 ലക്ഷം രൂപയും സ്വർണ്ണക്കിരീടവും നൽകി വിലക്കെടുക്കാവുന്നതാണ് ഇന്ത്യൻ ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ മാനവും അഭിമാനവും എന്ന്? മാനത്തെ പറ്റി പറയുകയാണെങ്കിൽ ആ മാനത്തേക്കല്ലേ നമ്മൾ ചന്ദ്രയാൻ കയറ്റി വിട്ടത്? ലോക രാജ്യം മുഴുവൻ അത്ഭുതത്തോട് നോക്കുന്നൊരു സംഭവമല്ലേ അത്? മറന്നുപോയോ? എന്താണ് ഈ പറയുന്നത്? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ വേറെ, താങ്കൾ തരുന്ന ഉത്തരങ്ങൾ അതിനല്ലേ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഒരു കേന്ദ്രമന്ത്രി തരുന്നത്. ഇന്ത്യയിൽ ഇന്ധനവില ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ വിലക്കയറ്റം വളരെ രൂക്ഷമാണ്. എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. ഇന്ധന വില വർധന ഇവിടുത്തെ സാധാരണക്കാരെ എങ്ങനെ ബാധിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? അവർ കാലങ്ങളായി 50 രൂപയ്ക്കും 100 രൂപയ്ക്കുമാണ് അവരുടെ വണ്ടിയിൽ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവിടുത്തെ പമ്പുകളിൽ ഇപ്പോഴും 50 രൂപയ്ക്കും 100 രൂപയ്ക്കും പെട്രോൾ കിട്ടുന്നില്ലേ? അതുകൊണ്ട് ഈ ചോദ്യം ശരിയല്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇന്ധന വില വർധന ഇവിടുത്തെ സാധാരണക്കാരെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. പണ്ട് ഇന്ധന വിലക്കയറ്റത്തിനെതിരെ നിങ്ങൾ നടത്തിയ പ്രതിഷേധത്തിന്റെ കാളവണ്ടി അവിടെ കാണുന്നുണ്ട്. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. തൃശ്ശൂരിലെ കരിവന്നൂരിൽ ഒരു ബാങ്കിൽ സാധാരണക്കാരുടെ കോടിക്കണക്കിന് രൂപ തിരിമറി നടന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ പ്രതികളെ അറസ്റ്റ് ചെയ്തില്ല? നിങ്ങൾ വായി തോന്നിയത് പറയുന്നത് കേൾക്കാനല്ല ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ടും കേരളത്തിൽ നടന്ന വലിയൊരു അഴിമതിക്കെതിരെ നിങ്ങൾ പ്രതിഷേധിക്കാതിരുന്നപ്പോൾ ഇത് നിങ്ങളുടെ ഒത്തുകളിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കളുടെ പ്രതികരണം എന്തായിരിക്കും? നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. കരുവന്നൂരിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പദയാത്ര നടത്തിയില്ലേ? അതൊരു നിസ്സാര കാര്യമാണോ? ഒരു വലിയ കാര്യമല്ലേ അത്? അതുമാത്രമല്ല, ഡൽഹിയിൽ ഞങ്ങളൊരു നേതാവിനെ ഇപ്പോൾ ജയിലടച്ചിരിക്കുക. ഇനിയും ഒരുപാട് നേതാക്കന്മാരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. സർ, കരിവന്നൂരിലെ കഥ പറയുമ്പോൾ ഡൽഹിയിലെ കഥ പറയാതിരിക്കൂ. കഥയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ നേതാവിന്റെ ഡിഗ്രി മുതൽ ഇപ്പൊ ഏറ്റവും അവസാനം കടലിനടിയിൽ മയിൽപ്പീലി കുഴിച്ചിട്ട കഥ വരെ എനിക്ക് പറയേണ്ടി വരും. സർ, ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയാണ് വേണ്ടത്. ചക്ക എന്ന് പറയുമ്പോൾ ചുക്ക എന്ന ഉത്തരങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ചക്ക എന്ന് ചോദിക്കുമ്പോൾ ചക്ക എന്ന് പറഞ്ഞ കാര്യങ്ങൾ നടക്കില്ലല്ലോ. സർ, നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു അഭിഭാഷകൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. പാളയൂരും പുത്തൻപള്ളിയും നിങ്ങളുടെ സ്ഥലമാണെന്നും നിങ്ങൾ തിരിച്ചെടുക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഇത്തരത്തിലുള്ള വിടുവായ്ത്തരങ്ങൾക്കെതിരെ താങ്കളുടെ പ്രതികരണം എന്താണ്? ഞാനൊരു കാര്യം വളരെ വ്യക്തമായി പറയാം. ഞങ്ങളുടേതാണെങ്കിലും ഞങ്ങളുടേതല്ലെങ്കിലും ഞങ്ങൾക്ക് തോന്നിയ ഞങ്ങൾ അതിങ്ങ്. സർ, കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത് സാധ്യമാകുമെന്ന് തോന്നുന്നുണ്ടോ? കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ നിങ്ങൾ സജീവമാകുന്നതിന് മുൻപ് ഞങ്ങൾ വികസനവും സാഹോദര്യവും മതേതരത്വവുമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ജാതിയും മതവും പള്ളിയും അമ്പലവും മാത്രം. താങ്കൾക്ക് ഇതെല്ലാം അല്ലാതെ വേറെ എന്താണ് സംസാരിക്കാനുള്ളത്? ഞാനൊരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. വികസനമൊന്നും ഞങ്ങളുടെ അജണ്ടയല്ല. കാലങ്ങളായി ഞങ്ങൾ ജാതിയും മതവും വർഗീയതയും പറഞ്ഞു തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നതും നേരിട്ടതും വിജയിച്ചുകൊണ്ടിരിക്കുന്നതും. ഞങ്ങൾ ഇതേ തന്ത്രം തന്നെയാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഞങ്ങൾ ഫോർമുല നടപ്പിലാക്കും. ഞങ്ങളുടെ പാർട്ടിയുടെ അജണ്ട തീരുമാനിക്കാൻ അവകാശം. എനിക്ക് തോന്നുന്നു ഈ സംവാദം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന്. ഇത്തരത്തിലുള്ള ആളുകളോട് സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. നമുക്ക് നമ്മുടെ മറുപടി വോട്ട് കൊണ്ട് നൽകാം.